ഹായ് ചിൽഡ്രൻ, നമസ്കാർ. അപ്പോൾ ഇന്ന് ഞാൻ ലെസൺ നമ്പർ 2 അഭിമാനി ബാരസിംഗ എന്ന ലെസനാണ് എടുക്കുന്നത്. അപ്പോൾ ബാരസിംഗ എന്ന് പറഞ്ഞാൽ കലാമാന്യാണ് ബാരസിംഗ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വളരെ അഭിമാനിയായിട്ടുള്ള പ്രൗഡ്ഫുള്ളായിട്ടുള്ള ഒരു ബാരസിംഗിനെ കുറിച്ചിട്ടാണ് ലെസണിൽ പറയുന്നത്. ജംഗൽ മേ ജീൽ കെ കിനാരെ ഏക് ബാരസിംഗ രഹത്താതെ. ജംഗൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, ജീൽ എന്ന് പറഞ്ഞാൽ ലേക്ക്, കിനാരെ എന്ന് പറഞ്ഞാൽ പാസാരികിൽ, ബാരസിംഗ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാഗ്, അതായത് കലമാൻ. അപ്പോൾ ഒരു കാട്ടിൽ ഒരു തടാകത്തിനരികെ ബാരസിംഗ് ഒരു കലമാൻ താമസിച്ചിരുന്നു. ഉസെ അപ്പനെ സുന്ദർ സിംഗോ പർ ബഹുത് അഭിമാൻ. അത് തൻ്റെ സുന്ദരമായ വളരെ ഭംഗിയായിട്ടുള്ള ഹോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കൊമ്പുകൾ, കലമാൻ്റെ കൊമ്പ് ഒരു പ്രത്യേകതയുണ്ടല്ലോ, അപ്പോൾ അതിൽ വളരെയധികം അഭിമാനം കൊണ്ടിരുന്നു. वह प्राय झील के पानी में अपने സുന്ദർ സിംഗോം കോ നിഹാർത്താ രഹത്താ. അതായത് അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഈ തടാകത്തിലെ വെള്ളത്തിൽ നോക്കിയിട്ട് തൻ്റെ മനോഹരമായ ആ കൊമ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു, നോക്കി നിൽക്കുമായിരുന്നു. അവർ അപ്പനെ രൂപ് പർ മോഹിത് ഹോത്താത. എന്താണ്, തൻ്റെ ആ രൂപത്തിൽ, അതായത് തനിക്ക് കിട്ടിയിട്ടുള്ള തൻ്റെ ആ മനോഹരമായ കൊമ്പിൽ വളരെയധികം എന്തായിരുന്നു, വളരെയധികം ആകൃഷ്ടനായിരുന്നു. ലേക്കിൻ ജബി വഹ് അപ്പനെ പാവോം കി തരഹ് ദേഖ്താ തോ. പക്ഷേ ലേക്കിൻ എന്നാൽ ജബി അപ്പനെ പാവോം കി, തൻ്റെ കാലിൽ, പാവ് എന്ന് പറഞ്ഞാൽ കാലിൽ നോക്കിയിട്ട് ഉദാസ് ഹോ ജാത്ത, വളരെയധികം സാഡായിരുന്നു. ഉദാസ് എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖിതനായിരുന്നു. ഉസെ അപ്പനെ പാവ് ബഹുത് സി ബദ്സൂരത് ദിക്കായി ദേത്തേതെ. അവൻ്റെ കാല് എന്താണ്, വളരെയധികം ബദ്സൂരത്തായിരുന്നു. ബദ്സൂരത്ത് എന്നാൽ അത്ര ഭംഗിയില്ലാത്തതായിരുന്നു. വ സോസ്ത കർത്ത, അവൻ ചിന്തിക്കുകയായിരുന്നു, കാശ് മേരെ പാവ് ബി മേരെ സീങ്കോം കെ സമാൻ ഹി സുന്ദർ ഹോത്തെ. അപ്പോൾ ദൈവമേ, എനിക്ക് എൻ്റെ കാലും എൻ്റെ കൊമ്പ് പോലെ തന്നെ എൻ്റെ സമാനം പോലെ എന്താണ് സുന്ദരമായിക്കൂടെ എന്ന് അവന് ചിന്തിക്കണം. ഈശ്വർ ने इतने बदसूरत पाव देकर मेरे साथ घोर अन्याय किया है. അപ്പോൾ അവൻ പറയാണ്, ഈശ്വരൻ എന്നോട് ഭയങ്കരമായിട്ടുള്ള അന്യായമാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്, എനിക്ക് ഇങ്ങനെ ഭംഗിയില്ലാത്ത അഗ്ലി ആയിട്ടുള്ള ഒരു കാല് തന്നത്, കാണാൻ ഭംഗിയില്ലാത്ത ഒരു കാല് തന്നത് എനിക്ക്. കാലെന്ന് വെച്ചാൽ ആ കാലിൻ്റെ ഇതുണ്ടല്ലോ, അടിയിലുള്ള ഫൂട്ട്, അപ്പോൾ അതിനെയാണ്. അപ്പോൾ അത് അവന് ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് ഈശ്വരൻ തന്നോട് അന്യായമാണ് ചെയ്തത് എന്ന് അവന് പറയണം. അങ്ങനെ ജബ് ബാരത് സിംഗ് ഐസാ സോച്താ തോ ഉസ്കെ ജുണ്ട് കെ ഹിരൺ ഉസെ സംചാനെ കി കോശിഷ് കർത്തേ ഹെ. അപ്പോൾ ബാരത് സിംഗ് ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു മാന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഈശ്വർ കബി അന്യായ നെഹി കർത്തേ. അവൻ പറയാണ്, ഈശ്വരൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അന്യായം ചെയ്യുകയില്ല. വേ ജോ ബി കർത്തേ ഹേ അച്ഛേ കേലിയെ കർത്തേ. അവൻ എന്ത് നമുക്ക് തരുന്നതും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശ്വരൻ ഒരിക്കലും നമ്മളോട് എന്ത് ചെയ്യില്ല, അന്യായം ചെയ്യില്ല എന്ന് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഹിരൺ, മാന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കിന്തു ഭാരത് സിംഗ് അപ്പനെ സാത്യോം കി ബാത്ത് ഹി നെഹി സുൻതാത. പക്ഷെ ഭാരത് സിംഗ് തൻ്റെ മറ്റു സുഹൃത്തുക്കൾ, കൂട്ടുകാർ പറഞ്ഞതൊന്നും തന്നെ ചെവി കൊണ്ടില്ല, കേട്ടില്ല. ഉൾട്ടേ വഹ് ഉനേഹി സമച്ചാനയിലേക്ക്, എപ്പോഴും ഉൾട്ടയായിട്ട്, അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവന് ചിന്തിച്ചു കൊണ്ടിരുന്നത്. രഹിനെ ദോ മുജേ മത് സമച്ചാവോ മുജേ ഈശ്വർ സേ ശിക്കായത് ഹേ. അപ്പോൾ എന്താണ്, എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും എനിക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് ഈശ്വരനോട് എപ്പോഴും എന്താണ്, ശിക്കായത്താണ്, ഒരു കംപ്ലൈൻ്റ് ആണ്. ഹമേഷ രഹേഗി, എനിക്ക് എപ്പോഴും ഈശ്വരനോട് കംപ്ലൈൻ്റ് ആണ്. മേ അപ്പനി ബദ്ദി ടാങ്കവും കെലിയെ ഉനെ ഹമേഷ കോസ്ത രഹുങ്ക. കോസ്ത എന്ന് പറഞ്ഞാൽ ശപിക്കുക, അതായത് ഞാൻ എപ്പോഴും ഈശ്വരനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും, ഞാൻ പ്രാഗിക്കൊണ്ടിരിക്കും. എനിക്ക് ഇത്രയും ബദ്ദി എന്ന് പറഞ്ഞാൽ അഗ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാലുകൾ തന്നതിന്, ഈ കാലുകൾ തന്നതിന് എനിക്ക് എപ്പോഴും എന്താണ്, ഈശ്വരനെ ഞാൻ ശപിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും തന്നെ ഈശ്വരനെ എന്തില്ല, അനുകൂലമായിട്ട് പറയില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ മാന് ഭാരത് സിംഗ് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. തരഹ് ഭാരത് സിംഗ് കിസി കി നെഹി സുൻതാത. അവൻ എന്താണ്, ഇത്തരത്തിൽ അവന് ആരുടെയും തന്നെ, ഭാരത് സിംഗ് ആരുടെയും വാക്കുകൾ കേട്ടില്ല. ഔർ ഹമേഷ അപ്പനി ബദ്സൂര ടാങ്കോ കെലിയെ ഈശ്വർ കോ കോസ്ത രഹത്താതെ. അവൻ എപ്പോഴും തൻ്റെ ബദ്സൂരത്തായിട്ടുള്ള, അല്ലേ, അതായത് ഭംഗിയില്ലാത്ത ആ കാലുകൾ, അല്ലേ, അഗ്ലി ആയിട്ടുള്ള ആ കാലുകളെ ഈശ്വരൻ തന്നു എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരുന്നു. ഇസ്കെ കുച്ച് ദിൻ ബാദ്, അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ്, കുറച്ച് ദിവസത്തിന് ശേഷം ഭാരത് സിംഗ് ജീൽ കെ പാനി മേ അപ്പനെ സുന്ദർ സിംഘോം കോ നിഹാർ
രഹാദാത്തോ. അങ്ങനെ ബാരസിംഗ ജീൽ കെ പാനിയിൽ, ആ തടാകത്തിൻ്റെ ആ വെള്ളത്തിൽ തൻ്റെ മനോഹരമായ ആ സീങ്കുകൾ, അതായത് ആ ഹോൺസ് അല്ലേ, ആ കൊമ്പുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, ഉസേ ഏക്ക് ഷേർ കി ദഹാഡ് സുനായിദി, ഒരു സിംഹത്തിൻ്റെ അലർച്ച പെട്ടെന്ന് ദഹാഡ് സുനായിദി, ദഹാഡ് എന്ന് പറഞ്ഞാൽ അലർച്ച കേൾക്കുകയുണ്ടായി. ആവാസ് ഇതനി നസ്ദീക് സേ ആയി ദി വഹ് കാം ഹുട. പെട്ടെന്നാണ് ആ സിംഹത്തിൻ്റെ ശബ്ദം കേട്ടതും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവന് വല്ലാതെ ഭയപ്പെടാനായിട്ട് വിറക്കാനായിട്ട് തുടങ്ങി. ബാരസിംഗ ബഹുത് അധികം ടർ ഗയ. ബാരസിംഗ വളരെയധികം എന്ത് ചെയ്യാൻ തുടങ്ങി, ഭയപ്പെടാനായിട്ട് തുടങ്ങി. ഔർ അപ്പനി ജാൻ ബച്ചാനെ കെ ലിയെ, തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ബഹുത് തേജി സേ ഭാഗ, ഒരുപാട് ദൂരം ഭയങ്കര സ്പീഡിൽ അവനെ എന്ത് ചെയ്തു, ഓടി. ഭാഗത്തെ ഭാഗത്തെ വഹ് ഇതനി ദൂർ നിക്കൽ ആയാ കി ഷേർ ബി കഹി പീച്ചെ ചൂട്ട് ഗയ. അപ്പോൾ ഭാഗത്ത് ഓടിയിട്ട് അവന് കുറേ ദൂരമായപ്പോൾ അവിടെ നിന്നിട്ട് നോക്കിയപ്പോൾ ഒരുപാട് പിന്നിലായിരുന്നു, ഒരുപാട് സിംഹത്തിനെ എന്താക്കി പിറകിലേക്ക് ആക്കിയിട്ടാണ് അവന് ഓടിയിരുന്നത്. ഉസ്നെ പീച്ചെ മുടുക്കർ ദേഖ. അപ്പോൾ അവന് മനസ്സിലായി അല്ലേ, എന്താണ്, ഷേർക്കി കാഫി ദൂർദ. അപ്പോൾ അവന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടു, എന്താണ്, സിംഹം, ഷേർ കാഫി ദൂർദ, അവന് ഒരുപാട് ദൂരത്തായിരുന്നു സിംഹം എന്നുള്ളത് അവന് മനസ്സിലായി. ലേക്കിൻ ബഹുത്ത് തേജ് ഗതി സേ ഉസി കി തരഹ് ദൗഡ് ആ രഹ. അപ്പോൾ താൻ ഭയങ്കര സ്പീഡിലാണ് ഓടിയത് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. ബാരസിംഗ ഫിർ സേ ഭാഗിനെ ലഗ. അങ്ങനെ ബാരസിംഗ വീണ്ടും ഓടാനായിട്ട് തുടങ്ങുകയാണ്. പരന്തോ, എന്നാൽ ക്യാ, എന്താ സംഭവിച്ചത്, ഏക് ജാടി മേം ഉസ്കെ സീങ് ഉലജ് ഗയ. അങ്ങനെ സിംഹം ഒരുപാട് പിറകിലാണെന്ന് അറിഞ്ഞിട്ടും അവൻ എന്ത് ചെയ്യാണ്, പിന്നെയും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആ സമയത്ത് ജാടി മേ ഉസ്കെ സീങ്, അവന് ജാടി, ഒരു കുറ്റിക്കാട്ടിൽ അവൻ്റെ ആ കൊമ്പ് ഉലജ് ഗയ, അതായത് അതിൻ്റെ ഇടയിൽ കൊമ്പ് പെട്ടു. ഉസ്നെ സീങ് ജുഡാനേക്ക് ബഹുത്ത് കോശിഷ് കി. അങ്ങനെ അവൻ്റെ ആ കൊമ്പ് അതിൽ നിന്നും വേർപെടുത്താൻ ഒരുപാട് ശ്രമം നടത്തിയിലേക്ക് സബ് ബേക്കാർ, പക്ഷെ അവന് പരാജയമാണ് ഉണ്ടായത്. ഷേർ ഉസ്ക പീച്ച കർത്തെ കർത്തെ ഉസ്കെ ബഹുത്ത് നിഖഡ് ഹാ പഹുഞ്ച. അങ്ങനെ ഷേർ അപ്പോഴേക്കും ഓടിയിട്ട് ഏകദേശം അവൻ്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിരുന്നു. മൗത്ത് ഉസ്കെ സിർ പെർ മണ്ഡരാ രഹീതി. അവന് മനസ്സിലായി മരണം തൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, തൻ്റെ ജീവൻ ഇപ്പോൾ പോവും എന്നുള്ള കാര്യം അവനിങ്ങനെ ഉറപ്പായി. അവനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഉസ്ക ഷേർ കെ ബച്ചാനെ മുഷ്കിൽ. അവന് സിംഹത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് എന്താണ്, ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ആ കൊമ്പുകൾ, മനോഹരമായ ആ കൊമ്പുകൾ കുറ്റിക്കാട്ടിലിങ്ങനെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മൗത്തുക്കോ ഇത്തനെ നസ്ദീക് ദേക്കർ ഉസേ എഹ്സാസ് ഹുവാക്കി. അപ്പോൾ മരണം മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവനിങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാക്കി, ഉസ്കെ സബി സാത്തി ടീക്ക് ഹി കാ, തൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ശരിയാണ്. കർത്തേത് എന്താണ്, ജിൻ സീങ്കോ പർ മുझे അഭിമാൻ ഹേ അല്ലേ, നീ നിൻ്റെ കൊമ്പുകൾ കൊണ്ട് അങ്ങനെ അഭിമാനിക്കുകയാണ്. അപ്പോൾ നീ കാരണം സേ മേരെ പ്രാണ, ആ അഭിമാനിച്ച ആ കൊമ്പ് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ജീവൻ പോകുന്നത് എന്ന് അവന് തൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് സുഹൃത്തുക്കൾ പറയും, ഈശ്വരൻ നമുക്ക് കാല് മനോഹരമായിട്ട് ഉള്ള കൊമ്പ് തന്നു, അതേപോലെ തന്നെ കാല് അങ്ങനെ തന്ന് എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും നമ്മുടെ നന്മയല്ലാതെ ഈശ്വരൻ ഒരിക്കലും നമുക്ക് ഒരു അന്യായം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും ഈ ബാരസിംഗ ശ്രദ്ധിച്ചതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവന് ചിന്തിക്കുകയാണ്, ആ മനോഹരമായ ആ കൊമ്പുകൾ കൊണ്ട് താൻ അഭിമാനിച്ചിട്ടുണ്ട് അല്ലേ, ഇന്ന് അതുകൊണ്ട് ആ കാരണം കൊണ്ട് തന്നെ ഇന്ന് എൻ്റെ പ്രാണനും അല്ലേ, ആ ഒരൊറ്റ കൊമ്പ് കൊണ്ട് ഇപ്പം എൻ്റെ ജീവൻ പോവാനായിട്ട് പോവുകയാണ് എന്ന് അവന് ആ സമയത്ത് ചിന്തിക്കുകയാണ്. അവന് സീങ് ജാഡി സേ ജൂട്ട് കെ. അങ്ങനെ അവൻ്റെ കഠിന ഹിമ്മത്ത് കി ഔർ ഉസ്കെ സീങ് ജാഡി സേ ജൂട്ട് കെ. അങ്ങനെ അവൻ്റെ കഠിനമായ ആ പ്രയത്നത്തിൽ അവസാനം എന്താണ്, അവന് ആ ഒരു ധൈര്യം സംഭരിച്ചിട്ട് എങ്ങനെയൊക്കെയോ അവന് ആ കൊമ്പ് അതിൽ നിന്നും, ആ കുറ്റിക്കാട്ടിൽ നിന്നും വേർപ്പെടുത്തി. ജാഡി സേ സീങ് ജുഡ്തേ ഹി വഹാം സേ ബാഗ് നിക്കൽ. അങ്ങനെ അവന് ആ കുറ്റിക്കാട്ടിൽ നിന്നും കൊമ്പ് വിട്ടപ്പോൾ ഉടനെ തന്നെ അവൻ ഓടി രക്ഷപ്പെടുകയാണ്. ഔർ ഭാഗ് കർ ഷേർ സേ അപ്പനി ജാൻ ബച്ചാനെ മേം സഫൽ രഹ. അങ്ങനെ സിംഹത്തിൽ നിന്നും തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉള്ള ആ ഒരു ശ്രമം അവന് വിജയിക്കുകയുണ്ടായി. അപ്പോൾ ബാരസിംഗ ഈശ്വർ കോസ്നേക്ക് ബച്ച ഈശ്വർ ധന്യവായ് കർദിയ. അപ്പോൾ അതുവരെ ഈശ്വരനെ ശപിച്ചുകൊണ്ടിരുന്ന ആ ഇതിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ ഈശ്വരനോട് അവന് നന്ദി പറയണേ. ഈശ്വർ ആജ് മുझे अपने बदसूरत പാവോം पर गर्व है. അപ്പോൾ ഈശ്വരനോട് പറയണ, ഇന്ന് തൻ്റെ ബദ്സൂരത്തായിട്ടുള്ള ആ കാലിന് ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം
ക്യോംകി നീം കെ കാരണം മേം ജീവിത് ബച്ച് കിയ. എൻ്റെ ആ കാലുകൾ കൊണ്ടാണ് അല്ലേ, ആ കാലുകൾ അത്രയും മനോഹരമാക്കിയിട്ട് വെക്കുന്നതല്ല ഈശ്വരൻ, അതിന് സ്ട്രോങ് ആക്കിയിട്ടും അതിൻ്റെ ബലവും അതിനെ എന്താ പറയുക ഉപയോഗത്തിനുള്ള ഇതാക്കിയിട്ടാണ് ഈശ്വരൻ വിട്ടിരിക്കുന്നത് ആ കാലുകളെ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ചിന്ത ഈ ഭാരത് സിംഗക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് രക്ഷപ്പെട്ടപ്പോൾ അവൻ ഈശ്വരനോട് ധന്യവാദ് അല്ലേ, നന്ദി പറയുകയും ഈ ബദ്സൂരത്തായിട്ടുള്ള കാലിനെ ഇന്ന് ഞാൻ അഭിമാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ഈ കാലുകൾ കൊണ്ടാണ് അല്ലേ. അതിൽ കുടുങ്ങിയിട്ടും അവസാന സിംഹം അടുത്തെത്താറായപ്പോഴും തൻ്റെ ധൈര്യം കൊണ്ട് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ ആ കാലിൻ്റെ സ്പീഡാണ് അതിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഭാരത് സിംഗക്ക് കഴിഞ്ഞു. അപ്പോൾ അതാണ് കിസിനെ സച്ച് ഹി കഹാ ഹെ, ആരോ പറയണ്ടായി എന്താണ്, സുന്ദരതാക്കാനെ സൗന്ദര്യമല്ല ബൽക്കി ഉപയോഗിതാക്ക മഹത്ത് ഹെ. മഹത്വം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉപയോഗമാണ് അല്ലേ, അല്ലാതെ അതിൻ്റെ ഭംഗിയല്ല. ഏതൊരു കാര്യവും നമുക്ക് ഭംഗിയിൽ മാത്രമല്ല അതിൻ്റെ ഉപയോഗമാണ് നമുക്ക് ഭംഗി എന്ന് പറയുന്നത്, അതാണ് നമുക്ക് മഹത്വം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈശ്വരൻ തന്ന എല്ലാം തന്നെ നമ്മൾ ഈശ്വരനോട് എന്ത് വേണം, നന്ദി കടപ്പാടാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും നമ്മൾ ശപിക്കരുത്, ഉള്ളതിനെ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 13 മീനിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ പിന്നീട് റീഡ് ആൻഡ് റൈറ്റ് ദീസ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻ ശബ്ദവും കെ പടോ ഓർ ലിഗോ എന്ന് പറഞ്ഞിട്ട് എക്സസൈസ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അത് ജംഗൽ വൻ, അതായത് ജംഗൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്, വൻ എന്ന് പറഞ്ഞാലും ഫോറസ്റ്റ് ആണ്. അപ്പോൾ സെയിം വേർഡ്സ് ആണ്, സെയിം മീനിങ്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അത് സെയിം മീനിങ്സ് ആയിട്ടാണ് പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ സുന്ദർ, ഖൂബ്സൂരത്ത്. സുന്ദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്യൂട്ടിഫുൾ ആണെന്ന്, ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞാലും എന്താണ്, ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ തന്നെ പാനി, പാനി വെള്ളം, ജൽ അല്ലേ, സാത്തി ഫ്രണ്ട്, ദോസ്ത്, മൗത്ത് ഡെത്ത് മൃത്യു മരണം, ജീൽ, ജീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ പറയാറുണ്ട് തടാകം, ലേക്ക്, അതിനാണ് താലാബ്, കുളം, അങ്ങനെയൊക്കെയാണ്. അഭിമാൻ പ്രൗഡ്, ഗമൺ പ്രൗഡ്, അഭിമാനിക്കുക. ബദ്സൂരത്ത് ബദ്ദി, ബദ്ദ എന്നൊക്കെ പറഞ്ഞാൽ അഗ്ലി ആയിട്ടുള്ള, മോശമായിട്ടുള്ള എന്നാണ്. പിന്നീട് വരുന്നത് ടങ്ക്, പാവ്, രണ്ടും ലെഗ് എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് കോശിഷ്, പ്രയാസ് അല്ലേ, നമ്മൾ പരിശ്രമിക്കുക, പ്രയാസപ്പെടുക, ആകെ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസറും അതിൻ്റെ ആൻസറാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ്റെ ആൻസർ നന്നായിട്ട് പഠിക്കുക. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭാരത് സിംഗ കഹാം രഹ്താദ എന്നാണ്. ഭാരത് സിംഗ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരത് സിംഗ താമസിച്ചിരുന്നത് ഒരു ജംഗൽ മേം ജീൽ കെ കിനാരെ അല്ലേ, കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ജീൽ കെ കിനാരെ രഹ്താദ, അല്ലെങ്കിൽ ജംഗൽ മേ, ഒരു കാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ജീൽ കെ കിനാരെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ജംഗൽ മേ ഏക് ജീൽ കെ കിനാര അല്ലേ, ഒരു തടാകത്തിൻ്റെ അരികിലാണ്. ഒന്നാമത്തെ പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ അതാണ്, ജീൽ കെ കിനാരെ ഏക് ഭാരത് സിംഗ രഹ്താദ എന്ന് അല്ലേ. അപ്പോൾ നമുക്ക് അത് എഴുതാം. വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എഴുതുകയാണെങ്കിൽ, ആൻസർ എഴുതുകയാണെങ്കിൽ ജംഗൽ മേം എന്ന് എഴുതിയാൽ മതി. അപ്പോൾ കാട്ടിലാണ് ആര് താമസിച്ചിരുന്നത്, ഭാരത് സിംഗ താമസിച്ചിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഭാരത് സിംഗയുടെ എന്താണ് കോക്കിസ് പെർ ഘമണ്ട്, എന്തിൻ്റെ പേരിലായിരുന്നു ഭാരത് സിംഗ അഭിമാനിച്ചിരുന്നത് അല്ലേ, അല്ലെങ്കിൽ അഹങ്കരിച്ചിരുന്നത്. ഘമണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രൗഡായിട്ട് ഘമണ്ട് അല്ലേ, എന്തായിരുന്നു സുന്ദർ സിംഗ് അല്ലേ, ഭയങ്കര അഹങ്കാരം എന്ന് തന്നെ പറയാം. എന്തിലായിരുന്നു, അപ്പനെ സുന്ദർ സീങ് ഖോപ്പർ. അപ്പോൾ ഭാരത് സിംഗയുടെ തൻ്റെ സുന്ദര മനോഹരമായ സീങ് ഹോൺസിൻ്റെ ആണ്, അതായത് ആ കൊമ്പുകൾ ഉള്ള കാരണമാണ് ഗമണ്ട്, വളരെയധികം അഭിമാനം കൊണ്ടിരുന്ന, അഹങ്കരിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഭാരത് സിംഗ ഈശ്വർക്ക് ക്യോം കോസ്ത രഹ്താദ അല്ലേ, ടു കേഴ്സ്, അതായത് എന്തുകൊണ്ടാണ് ശപിച്ചിരുന്നത്, ഈശ്വരനെ ഭാരത് സിംഗ ശപിച്ചിരുന്നത് എന്തുകൊണ്ടാണ്, തൻ്റെ അപ്പനി ബദ്സൂരത് ടാങ്കവും കേലി അല്ലേ, തൻ്റെ ആ അഗ്ലി ആയിട്ടുള്ള ഭംഗിയില്ലാത്ത ആ കാലുകൾ കൊണ്ടാണ് ഈശ്വരനെ എന്ത് ചെയ്തിരുന്നത്, കാരണമാണ് ഈശ്വരന് തൻ്റെ കാലുകൾക്ക് ഭംഗിയില്ല എന്നുള്ള ചിന്തയായിരുന്നു എന്ത്, ഭാരത് സിംഗ ഈശ്വരനെ ശപിച്ചിരുന്നത്. അടുത്തത്
ഹിരൺ ഭാരത് സിംഗോക്കോ ക്യാ സമച്ചാത്തേ ഹുയ. ആ മാനങ്ങൾ ഭാരത് സിംഗയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? ഹിരൺ ഭാരത് സിംഗാക്കോ യ സമച്ചാത്തേ ദേക്കി, അതായത് അവൻ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ്? ഈശ്വർ ജോബി കർത്താ ഹേ അച്ഛേ കേലിയെ കർത്തേ. ഈശ്വരൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അന്യായമൊന്നും ചെയ്യില്ല അല്ലേ. ഈശ്വരൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തിനു വേണ്ടിയായിരിക്കും? നല്ലതിന് വേണ്ടിയായിരിക്കും എന്നാണ് ഹിരൺമാന് ഭാരത് സിംഗക്ക് മനസ്സിലാക്കി കൊടുത്തത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത് സിംഗുവിനെ ഈശ്വർ കാ ധന്യവാദ് കർത്തേ ഹുയേ ക്യാ കഹ. അവസാനം ഭാരത് സിംഗ് ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഭാരത് സിംഗാനെ ഈശ്വർ കാ ധന്യവാദ് കർത്തേ ഹുയേ കഹാ കി ഹേ ഈശ്വർ ആജ് മുझे अपनी ബദ്സൂരത് ടാങ്കോ പർ ഗർവ് ഹേ. ഈശ്വര, ഇന്ന് ഞാൻ എൻ്റെ ആ അഗ്ലിയായിട്ടുള്ള ഭംഗിയില്ലാത്ത കാലുകൾ കൊണ്ട് ഇന്ന് ഞാൻ പ്രൗഡാണ്, എനിക്ക് അഭിമാനമാണ് ഉള്ളത് എന്നാണ് ഈശ്വരനോട് ഭാരത് സിംഗ പറഞ്ഞത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് സഹി ശബ്ദ് ചുൻകർ ഗാലി സ്ഥാൻ ഭരോ. ചൂസ് ദ കറക്റ്റ് വേർഡ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ. നമ്മൾ ചൂസ് ചെയ്യുക, കറക്റ്റ് വേർഡ് ചൂസ് ചെയ്തിട്ട് ആ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ, പൂരിപ്പിക്കാനാണ് പറയുന്നത്. ജംഗൽ മേ ഏക്ക് ഡാഷ് രഹ്താത. കാട്ടിൽ ഏക്ക് ഒരു ആരാണ് താമസിച്ചിരുന്നത്? ഭാരത് സിംഗ് താമസിച്ചിരുന്നത്. ഭാരത് സിംഗോ അപ്പനെ സുന്ദർ ഡാഷ് പെർ അഭിമാനം. സീങ്ക് അല്ലേ, അതിൻ്റെ മനോഹരമായ സീങ്കോ പെർ, അതിൻ്റെ ഹോൺസിലാണ് വളരെയധികം അഭിമാനം കൊണ്ടിരുന്നത്. ഭാരത് സിംഗ അപ്പനെ ഡാഷ് പാവോം കോ ദേക്ക് കർ ദുഃഖി. തൻ്റെ ആ ബദ്സൂരത്തായിട്ടുള്ള അല്ലേ, ഭംഗിയില്ലാത്ത അഗ്ലി ആയിട്ടുള്ള ആ കാലുകൾ കണ്ടിട്ടാണ് ദുഃഖി രഹ്താത, ദുഃഖിച്ചിരുന്നത്. ഡാഷ് കബി അന്യായ് നെഹി കർത്തെ. ഒരിക്കലും ആര്? ഈശ്വരൻ അല്ലേ. അപ്പോൾ ഈശ്വർ കബി അന്യായ് നെഹി കർത്തെ. ഈശ്വരൻ ഒരിക്കലും എന്ത് അന്യായം ചെയ്യുകയില്ല അല്ലേ. ഇനി ഡാഷ് കാ നെഹി ബൽക്കി ഡാഷ് കാ മഹത്വ ഹെ. അപ്പോൾ എന്താ പറയുന്നത്? അടുത്തത് പറയുന്നത് എന്താണ് അല്ലേ? സുന്ദരതാക്കാ നെഹിലെ, ഭംഗിയല്ല കാരണം, ഭംഗിയല്ല എന്താണ് ബൽക്കി, എന്നാൽ മഹത്വം എന്താണ്? ഉപയോഗം, അതിൻ്റെ ഉപയോഗമാണ് മഹത്വം എന്നാണ് പിന്നീട് അവന് മനസ്സിലായത്. ഇനി അതിൽ അടുത്തത് വരുന്നത് പഠോ സമച്ചോർ സീഖോ എന്നാണ്. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലേൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലത് കൊടുത്തിട്ടില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ജീലേം എന്ന് പറഞ്ഞിട്ട്, അതായത് സിംഗുലർ ആൻഡ് പ്ലൂരൽ, ഏകവചനം ആൻഡ് ബഹുവചനമാണത്. പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി ഇൻ ശബ്ദവും സേ വാക്കി ബനാവും. മേക്ക് എ സെൻറ്റൻസ് ആണ്, അതായത് നമ്മളോട് സെൻറ്റൻസ് മേക്ക് ചെയ്യാനാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയിട്ട് അതിലുള്ള ഈസി ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. പിന്നെ പറയുന്നത് വിലോം ശബ്ദ് ചുൻകർ ലിഖോ. വിലോം ശബ്ദം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അത് നമ്മളോട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതാം. അപ്പോൾ വിലോം ശബ്ദിൽ സുന്ദർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് നമുക്കറിയാം, കുരൂബ് അല്ലേ, അഗ്ലി ആയിട്ടുള്ള ഭംഗിയില്ലാത്ത എന്നുള്ള അതാണ്. പിന്നീട് വരുന്നത് ഉദാസ്. ഉദാസ് എന്ന് പറഞ്ഞാൽ വളരെ സാഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ വരുന്നത്? പ്രസന്ന എന്നാണ്, പ്രസന്ന് അല്ലേ. അതേപോലെ ബദ്സൂരത്ത്. ബദ്സൂരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബദ്സൂരത്ത് എന്ന് പറയുമ്പോൾ അവിടെ മോശമായിട്ടുള്ള, അപ്പോൾ ഗൂബ്സൂരത്ത് നല്ല ഭംഗിയായിട്ടുള്ള എന്നാണ്. അന്യായ് അല്ലേ, അന്യായം ചെയ്തു എന്നുള്ള, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ന്യായം എന്നുള്ളതാണ്. മുഷ്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി എന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് അതിൻ്റെ വിലോം ശബ്ദം വരുന്നത്. അതേപോലെ തന്നെ അവിടെ ആനിമൽസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലയൺ, ഷേർ. ലയൺ എന്ന് പറഞ്ഞാൽ ഷേർ ആണ്. എലിഫൻറ്റിന് ഹാത്തി എന്നാണ് പറയുക. ടൈഗറിന് ബാഗ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ഓൾഫ് അല്ലേ, ബേഡിയ. പിന്നെ ബിയർ, ബാലു. ഹിരൺ, ഡീർ. ലോമഡി, ഫോക്സ്. ജാക്കൽ, ഗീതഡ്. ഇത്രയാണ് അതിൽ ആനിമൽസിൻ്റെ നെയിംസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മിസ്സിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്